ഹൈബ്രിഡ് സോളാർ പവർ സിസ്റ്റത്തിൽ മെയിൻലി 4 പോർഷൻസ് ആണ് വരുന്നത്. ഒന്ന് സോളാർ പാനൽ, രണ്ടാമത് വരുന്നത് ഹൈബ്രിഡ് ഇൻവെർട്ടർ, മൂന്നാമത് വരുന്നത് ലിഥിയം അയൺ ബാറ്ററി, നാലാമത് വരുന്നത് KSEB ഗ്രിഡ് സിസ്റ്റം. ഈ 4 പോർഷൻസും കൂടി വരുന്നതാണ് ഒരു കംപ്ലീറ്റ് സോളാർ ഹൈബ്രിഡ് പവർ സിസ്റ്റം. ഹലോ, നമസ്കാരം. ഞാൻ ഷബീർ അലി, സിസ്ക് എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ടെക്നിക്കൽ ഹെഡാണ്. ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ കോമൺലി 2 വർക്കിംഗ് മോഡുകളാണുള്ളത്. ഒന്ന് സെൽഫ് യൂസ് മോഡ്, രണ്ടാമത് വരുന്നത് ബാക്കപ്പ് മോഡ്. ടൈമിൽ ജനറേറ്റ് ചെയ്യുന്ന സോളാർ എനർജി ബാറ്ററി ചാർജിങ്ങിനും ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത ലോഡിൻ്റെ കൺസംഷനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അധികമുള്ള എനർജി KSEB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടും. എന്തെങ്കിലും കാരണത്താൽ ഡേ ടൈമിൽ സോളാർ എനർജി സ്റ്റോപ്പായി അല്ലെങ്കിൽ ലോ ആയി, ആ സമയത്ത് ബാറ്ററിയിൽ നിന്നായിരിക്കും ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത ലോഡിൻ്റെ കൺസംഷൻ. പിന്നീട് ബാറ്ററി ലോ ആയാൽ മാത്രമാണ് KSEB ഗ്രിഡിലേക്ക് സ്വിച്ച് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നൈറ്റിൽ സോളാർ എനർജി ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന നിലയിൽ ബാറ്ററിയിൽ നിന്നായിരിക്കും ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത ലോഡിൻ്റെ കൺസംഷൻ. പിന്നീട് ബാറ്ററി ലോ ആയാൽ മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രിഡിലേക്ക് സ്വിച്ച് ചെയ്യുള്ളൂ. ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് സെൽഫ് യൂസ് മോഡ്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നൈറ്റിൽ ബാറ്ററി ലോ ആയ സമയത്തായിരിക്കും പവർ ഫെയിലിയർ വരിക. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ കംപ്ലീറ്റ് ഇരുട്ടിലായി പോകും. ഇനി നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മോഡ്, ബാക്കപ്പ് മോഡ്, ഇതാണ് കുറച്ചുകൂടി സേഫായ രീതി. ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ സോളാർ പവറും ഗ്രിഡ് പവറും രണ്ടും ഫെയിലായാൽ മാത്രമാണ് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഹൈബ്രിഡ് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ KSEB നെറ്റ് മീറ്റർ വെക്കുന്ന ഒരു കാലയളവിൽ നമുക്ക് ഈ ഹൈബ്രിഡ് പ്ലാന്റ് ഓൺ ചെയ്യാം. അതായത് ഓൺ ചെയ്ത് നമുക്ക് ഓഫ് ഗ്രിഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ എക്സ്പോർട്ട് ഡിസേബിൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് നെറ്റ് മീറ്റർ കണക്ട് ചെയ്തതിന് ശേഷം ആ എക്സ്പോർട്ട് ഇനേബിൾ ചെയ്ത് എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എക്സ്പോർട്ട് ഡിസേബിൾ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് പ്ലാന്റിൻ്റെ ഡെയിലി ഈൽഡ് കംപ്ലീറ്റ് കിട്ടണമെന്നില്ല. കാരണം എക്സസ് എനർജി, കൺസംഷന് ശേഷമുള്ള എക്സസ് എനർജി എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഹൈബ്രിഡ് പ്ലാന്റിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത ലോഡിൻ്റെ കൺസംഷനും ബാറ്ററി ചാർജ് ചെയ്യാനെടുത്ത എനർജിയും കൂടിയിട്ടുള്ളതായിരിക്കും. അത് ഏകദേശം ഒരു 5-6 യൂണിറ്റ് മാത്രമായിരിക്കും ഡെയിലി. അതിനുശേഷം KSEB നെറ്റ് മീറ്റർ വെച്ച് കഴിയുമ്പോൾ നമ്മൾ മാനുവലി ഇൻവെർട്ടറിൽ എക്സ്പോർട്ട് ഇനേബിൾ ചെയ്താൽ നമുക്ക് ജനറേഷനിലുള്ള ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ കഴിയും.